വർഗീയതയ്ക്കെതിരെ രാജ്യത്തെ എല്ലാ മതേതര ജനാധിപത്യ കക്ഷികളും ഒറ്റക്കെട്ടായി അണിനിരക്കണമെന്ന് CPIM PB കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട്. CPIM 24-ാം പാർട്ടി കോൺഗ്രസിന്റെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കാരാട്ട്. നവ ഉദാരീകരണ നയങ്ങൾക്കെതിരെ ബദൽ നയങ്ങൾ നടപ്പിലാക്കി മികച്ച ഭരണം നടത്തുന്ന കേരള സർക്കാർ മാതൃകയാണെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. ലോകവും രാജ്യവും നേരിടുന്ന വെല്ലുവിളികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ളതായിരുന്നു പ്രകാശ് കാരാട്ടിന്റെ ഉദ്ഘാടന പ്രസംഗം. ഹിന്ദുത്വ വർഗീയതയുടെയും കോർപ്പറേറ്റ് വൽക്കരണത്തിന്റെയും മിശ്രിത രൂപമാണ് മോദി സർക്കാർ എന്ന് പ്രകാശ് കാരാട്ട് പറഞ്ഞു. മോദി സർക്കാരിനെതിരെ CPIMന്റെ നേതൃത്വത്തിൽ ഒട്ടേറെ പ്രക്ഷോഭങ്ങൾ നടന്നു. പാർട്ടിയുടെ ശക്തിയും സ്വാധീനവും വർദ്ധിപ്പിക്കണം, വർഗീയതയ്ക്കും നവ ഉദാരവൽക്കരണ നയങ്ങൾക്കുമെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത ഉറച്ച നിലപാട് കൈക്കൊള്ളാൻ ഇടതുപക്ഷത്തിന് മാത്രമേ സാധിക്കൂ എന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. At this juncture, when we strive for the broadest mobilization of all secular forces against the BJP, it must be borne in mind that it is the left alone which is the consistent force which can firmly and uncompromisingly fight all manifestations of Hindutva and majoritarian communalism, precisely because of our uncompromising stand on neoliberal policies. The Modi government in its third term is going ahead with the RSS-driven Hindutva agenda, aggressive neoliberal policies, and reinforcing authoritarianism. In this process, it is displaying neo-fascist characteristics. മുതലാളിത്ത വ്യവസ്ഥയ്ക്കകത്തു നിന്നുകൊണ്ട് ഇടതുപക്ഷ ബദൽ നയങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കും. ഇതിന്റെ തെളിവാണ് കേരളമെന്ന് കാരാട്ട് ചൂണ്ടിക്കാണിച്ചു. The LDF government in Kerala has been in the forefront in opposing the anti-people policies of the central government. Because the LDF government has sought to implement alternative policies, it is facing hostility and discrimination by the union government. The ongoing struggle in defense of federalism and states' rights by the LDF and the people of Kerala is an important part of the All India fight in defense of federalism and against authoritarianism. CPIMന്റെയും വിവിധ വർഗ ബഹുജന സംഘടനകളുടെയും നേതൃത്വത്തിൽ വൻ പ്രക്ഷോഭങ്ങൾ രാജ്യത്ത് നടന്നിരുന്നു. പല പ്രക്ഷോഭങ്ങളും ലക്ഷ്യം കണ്ടു. എന്നാൽ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ പാർട്ടിക്ക് മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുന്നില്ല. പാർട്ടിയുടെ ജനകീയ അടിത്തറ വിപുലമാക്കിയേ തീരൂ. ഇതാണ് പ്രകാശ് കാരാട്ട് ഉദ്ഘാടന പ്രസംഗത്തിൽ ഊന്നിപ്പറഞ്ഞത്. ഇനി നടക്കുന്ന ചർച്ചകളിലും ഇതിനായിരിക്കും പ്രാമുഖ്യം ലഭിക്കുക. മധുരയിലെ സമ്മേളന നഗരിയിൽ നിന്ന് ക്യാമറമാൻ സജു കാഞ്ഞിരംകുളത്തിനൊപ്പം K. രാജേന്ദ്രൻ.